യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാടുവിൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. യഹോവയുടെ വലങ്കയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും ദൈവത്തിൻ്റെ രക്ഷ കാണും. യഹോവ ജാതികൾ കാണുകെ തൻ്റെ രക്ഷ അറിയിച്ചും തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയുമിരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊരു സന്തോഷ വാർത്ത ഇന്ന് പകൽ ദൈവത്തിന് പങ്കുവയ്ക്കാനുണ്ട്. നിങ്ങളുടെ ന്യായവിധികൾ അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ മരണം മാറിയിരിക്കുന്നു. നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഈ താണഭൂമിയിലേക്ക് അയച്ചു. നമുക്ക് വേണ്ടി യേശു ജനിച്ചു. നമുക്ക് വേണ്ടി യേശു ജീവിച്ചു. നാം മരിക്കേണ്ടതിന് പകരമായി യേശു ക്രൂശിൽ മരിച്ചു. ഈ ലോകത്തിൻ്റെ സകല പാപഭാരവും യേശു ചുമന്നു. പാപത്തെയും മരണത്തെയും ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം വിടുവിച്ചു. നിങ്ങളെ ദൈവം സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇനി പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. മരണഭയം നിങ്ങളെ വേട്ടയാടുകയില്ല. ദൈവം തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളിനി ദുഃഖിക്കേണ്ടി വരികയില്ല. നിങ്ങളിനി വേദനപ്പെടുകയില്ല. ദൈവം തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സകല ജാതികളും കാണുകയെ തൻ്റെ രക്ഷയെ ദൈവം അറിയിച്ചിരിക്കുന്നു. തൻ്റെ നീതിയെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് യേശുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? പാപം എന്തെന്നറിയാത്തവൻ, പാപമില്ലാത്തവൻ നമുക്കെല്ലാവർക്കും വേണ്ടി പാപമായി തീർന്നു. യേശു കർത്താവ് നീതിമാനാണ്. അവലൊരു കുറ്റവുമില്ലെന്ന് യേശുവിനെ വിസ്തരിച്ച പീലാത്തോസ് സകല ജനവും കാണുകയെ വിളിച്ചു പറഞ്ഞു. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കരങ്ങളെ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന്. എന്നിട്ടും യേശു കർത്താവ് തകർക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇത് പിതാവായ ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. യേശുവിനെ ന്യായം വിധിച്ചത് പിതാവാം ദൈവമാണ്. എന്തിനാണെന്നോ യേശുവിനെ ന്യായം വിധിച്ചത്? നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നാം എല്ലാവരും ഒരു ഇടയിൽ നിന്ന് ആടുകൾ അകന്നു പോകുന്നത് പോലെ ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ടപ്പോൾ നമ്മെ എല്ലാവരെയും ദൈവത്തോട് അടുപ്പിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, നഷ്ടപ്പെട്ട ഭവനത്തിലേക്കും തേജസ്സിലേക്കും മടക്കി കൊണ്ടുവരുവാൻ തൻ്റെ പുത്രനായ യേശുവിനെ ദൈവം മരണത്തിന് ഏൽപ്പിച്ചു. നമ്മുടെ മരണം അവൻ ഏറ്റുവാങ്ങി. നമുക്ക് പകരമായി യേശു ക്രൂശിൽ മരിച്ചു. നിങ്ങൾ യേശുവിനെ കാണുന്നുണ്ടോ? നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ തിരുവചനങ്ങളിൽ അവനെ കാണുന്നു. അതെ, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നും തീർന്നിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്കിനിയും ദൂരയാത്രയുണ്ട്. മരണം നിങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല. നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ കരത്തിൽ പിടിക്കുകയാണ്. പാപത്തിൻ്റെ ശക്തികൾ നിങ്ങളെ വിട്ട് മാറുകയാണ്. മരണഭയങ്ങൾ നിങ്ങളെ വിട്ട് മാറുകയാണ്. ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങളെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിങ്ങളെ താങ്ങും. അതെ, ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. യേശുവേ, അവിടുന്ന് എൻ്റെ രക്ഷകനാണ്. അവിടുന്ന് എൻ്റെ കർത്താവാണ്. ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുകയാണ്. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.